ഒന്ന് പുത്തരിക്കണ്ട മൈതാനിയിലെ പ്രസംഗമാണല്ലോ ജയിക്ക് ഇവിടെ നടത്തിയത്. താൻ എഴുതിക്കൊണ്ട് വന്ന ഏതൊക്കെ പോയിന്റ് സ്ഥാനത്തും അസ്ഥാനത്തും വെച്ച് പറഞ്ഞങ്ങ് തീർത്തു പോകാം എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. പ്രയോഗം കൊണ്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞോട്ടെ അതെന്നാ പറയുന്നത്? പുത്തരിക്കണ്ട മൈതാനിയിലെ പ്രസംഗമല്ല, ഇത് ചർച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞോ PMC തമിഴ്നാട് നടപ്പിലാക്കിയെന്ന് താങ്കൾ പറഞ്ഞല്ലോ. തമിഴ്നാട്ടിൽ നടപ്പിലാക്കാത്ത ഒരു കാര്യം നടപ്പിലാക്കിയത് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? അവസാനിപ്പിക്കല്ലേ? അങ്ങയുടെ നിർദ്ദേശം തൽക്കാലം സ്വീകരിക്കാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങ് ചർച്ച അവസാനിപ്പിക്കും. അങ്ങയുടെ നിർദ്ദേശം സ്വീകരിച്ച് ചർച്ചയിലിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. പൂർത്തിയാക്കട്ടെ. അതെ, ഈ മര്യാദ എനിക്ക് കിട്ടിയിട്ടില്ലെന്നേ. ചർച്ചയില് ലീഗ് നേതാവ് അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞേ. കുറെ നേരം അങ്ങും പരിഹസിച്ചല്ലേ? മറുപടി പറയട്ടെ. ലീഗ് നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോ അങ്ങേക്ക് പൊള്ളിയോ? അത് പരിഹാസമാണ്. കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നവാസിന്റെ സമയമാണ്. നവാസിന്റെ സമയമാണ്. അതേ പൂർത്തിയാക്കേണ്ട സമയം കഴിയാണ്. നവാസിനെ പൂർത്തിയാക്കാൻ സമയം സമ്മതിക്കും. എന്തിനാണ് ഇങ്ങനെ ബഹളം വെച്ച് തീർക്കുന്നത്? ഇതുവരെ മര്യാദക്കല്ലേ ചർച്ച പോയത്? അങ്ങ് പറഞ്ഞല്ലോ ലീഗ് നേതാവിനെ ഞാൻ പരിഹസിച്ചെന്ന്. പരസ്പരം പരിഹസിക്കുക തന്നെയാണ്. അങ്ങയുടെ PCR തന്നെയാണ്. ആ ഡോക്യുമെന്റ് അങ്ങ് കാണിച്ചു കൊടുക്ക. എന്തൊരു കഷ്ടമാണ്. അല്ല, തോറ്റ ജയിച്ചതുമായ കേസിനെ കുറിച്ചല്ല, കേസിനെ പോകണ്ട എന്ന തീരുമാനത്തെ കുറിച്ചാണ് ചോദിച്ചത്. ജനാധിപത്യ മര്യാദ കാണിക്ക് ജയിക്ക്. താങ്കളുടെ സമയത്ത് ഇടപെട്ടില്ല. കേസിലേക്ക് എന്റെ സമയമാണ്. മര്യാദ കാണിക്കും. താങ്കളുടെ സമയത്ത് ഞങ്ങൾ ആരും ഇടപെട്ടില്ല. ഇത് എന്റെ സമയമാണ്. എനിക്ക് വേണ്ട. ഇപ്പൊ ജയിക്ക് നേരത്തെ പറഞ്ഞു കേരളത്തിൽ എത്ര അടച്ചുപൂട്ടിയില്ല എന്ന് വലിയ വർത്തമാനം പറഞ്ഞല്ലോ. രാജ്യത്തിന്റെ പാർലമെന്റിൽ നിങ്ങളുടെ MP കെ രാധാകൃഷ്ണന്റെ ചോദ്യം ഉണ്ടല്ലോ. അതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ജയന്തി ചൌധരി ലോക്സഭയിൽ പറഞ്ഞ മറുപടി ഉണ്ട്. 2021-24 5010 ഗവൺമെന്റ് സ്കൂളുകളാണ് കേരളത്തിലുണ്ടായത്. അത് 2023-24 4809 201 എന്ന ജയിക്ക് ആവിയായി പോയതാണ്. കേരളത്തിൽ ആവിയായി പോയതല്ല, അടച്ചുപൂട്ടി പോയതാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി ശരി, ഇവിടെ എന്തായാലും ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. അത് ഈ ചർച്ചയിലെ പ്രതിസന്ധിയല്ല, CPM-ഉം CPI-ക്കും ഇടയിലെ പ്രതിസന്ധിയാണ്. അത് പരിഹരിക്കപ്പെടുമോ അതോ CPI തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ, കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. വളരെ നന്ദി ജെയ്ക്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.